കല്യാണം കഴിയുന്നതിന് മുമ്പിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമ്പോൾ ഡേറ്റിങ്ങിന് പോയത്, അതേപോലെ കല്യാണം കഴിഞ്ഞിട്ടും പോകണമെന്ന്. സംഭവം നമ്മൾ ഡെയിലി കാണുന്നുണ്ട്, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്, ഡെയിലി കറങ്ങാൻ പോകുന്നുണ്ട്. പക്ഷേ ഡേറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. അത് വേറെ തന്നെ രസമാണ്. കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ഡേ സ്പെൻഡ് ചെയ്യണം. ഈ കറങ്ങി നടക്കുന്നതെല്ലാം ലവ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ആലോചിക്കാണ്ട് മാസത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡോ കണ്ടെത്തിയിട്ട് എല്ലാം മാറ്റി വെച്ച് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുക. പണ്ട് ആരും കാണാണ്ട് ബീച്ചിൽ പോയി ഒരു ഐസ്ക്രീമും തിരിച്ചു വരുമ്പോൾ ഒരു ബിരിയാണിയും കഴിക്കലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ട് ഒരു സിനിമക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഞാൻ മറന്നുപോലുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞൊന്നുമില്ല കാര്യം. അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ മറിഞ്ഞിരിക്കാറല്ലുണ്ട്. അങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്തിയത് പയ്യന്നൂർ പുതുതായിട്ട് വന്നിട്ടുള്ള സഫ്രൻ റെസ്റ്റോറൻറ്റിലാണ്. സമയം 12:30 മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബിരിയാണി മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായത്. ബിരിയാണി അത്യാവശ്യം മോശമില്ലാത്ത ബിരിയാണി ആയിരുന്നു. എനക്കൊണ്ടിച്ച ബിരിയാണിയുടെ സൈഡിൽ അതാ പൊട്ടിച്ച്. ഞാനിതൊന്ന് മാറ്റി തരുമോ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ നിഖിലാണ് പറഞ്ഞു നിന്റെ കളി എന്തിനാ ഇവരോട് എടുക്കുന്നതെന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിട്ട് ബിരിയാണി അങ്ങ് അകത്താക്കി. അതിനുശേഷം നമ്മൾ നേരെ തിയേറ്ററിലേക്ക് വിട്ടു. ആർക്കും അങ്ങനെ ഇഷ്ടമാവാത്തൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട്, മരണമാസ്. എല്ലാവരും നല്ലോണം നെഗറ്റീവ് പറഞ്ഞ സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്കിത് കാണുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നത് കേൾക്കാൻ. പക്ഷേ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സംഭവം ഒരു ഡാർക്ക് ഹ്യൂമർ ബ്ലാക്ക് കോമഡിയാണ്. ആ ഒരു ലെവലിലെ സിനിമ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, അതുകൊണ്ട് അവരെ തെറ്റു പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് പിന്നെ ഇതുപോലുള്ള ചളി കോമഡീസ് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല സീരിയൽ കില്ലിംഗ് സൈക്കോ ജോണറിൽ വരുന്ന മൂവീസ് എനിക്ക് തീരെ കാണാൻ ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ളൊരു മൂവി ഒരു കോമഡി ആയിട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ പോലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റും. ഇൻട്രൽ ആയപ്പോൾ ഒരു പപ്സ് അടിച്ച് മാറാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ നേരത്തെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും എൻ്റെ മുഖത്ത് പപ്സ് ഫേഷ്യലായത് കാണും. അതുകൊണ്ടൊന്ന് ലൈറ്റ് ഓഫ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തുനിന്നു. അങ്ങനെ കുറേ നാളിന് ശേഷം ഞാൻ നല്ലോണം അങ്ങ് ചിരിച്ചു. ഞാൻ മാത്രമല്ല നിഖിലാണ്ടും മൂവി നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് ചില്ലാവാൻ വേണ്ടി നേരെ പലോദിലേക്ക് വിട്ടു. എന്നിട്ട് എൻ്റെ സ്ഥിരം സാധനമായ ഫ്രാപ്പച്ചീനോ ബട്ടർസ്കോച്ച് അങ്ങ് ഓർഡർ ചെയ്തു. കോഫി ഫ്ലേവർ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു 2.5 വർഷം മുന്നേ ആണെങ്കിൽ ഈ ഒരു സമയത്തേക്ക് എനിക്ക് നല്ലോണം സങ്കടം വരാറുണ്ട്. ഇനിയിപ്പോൾ രണ്ടാളും നേരെ തിരിച്ച് ഒരുമിച്ച് വീട്ടിലേക്കാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല.